ഹായ് ഫ്രണ്ട്സ്, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾ അടിക്കാൻ വേണമെന്ന് അല്ല. നമ്മൾ ഇന്ന് നെല്ല് കൊത്തി ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അമ്മമ്മ എങ്ങനെ നെല്ല് കൊത്തുന്നതെന്ന് കാണിച്ചു തരും. കുറച്ച് താഴെ കാണുമൂടി. എൻ്റെ ഒരു ശബ്ദം കൊള്ളാല്ലേ? ശബ്ദം ഒരു നാഴി അരി വേവാൻ ആവശ്യമായ വെള്ളമാണ് ഇവിടെ വെക്കേണ്ടത്. അധികം തവിട് കളയാത്ത അരി നന്നായി അരിച്ചെടുക്കാം. ഒരു നാഴി അരിക്ക് അരനാഴി പയറാണ് വേണ്ടത്. പയർ നന്നായി വറുത്ത് അരങ്ങിയ പയറായിരിക്കണം. അരിയും പയറും നന്നായി വെന്ത് കഴിഞ്ഞു. ഇതിലേക്കിനി ശർക്കര പാനി അരിച്ചൊഴിക്കാം. ശർക്കര പാനി ഒരുവിധം വറ്റുമ്പോൾ അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. രണ്ടാം പാൽ നന്നായി വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പായസം ഏകദേശം ആയിട്ടുണ്ട്. ഇതിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ ചെറിയ നുറുക്കുകളായി അരിഞ്ഞ് നെയ്യിൽ മൂപ്പിച്ച് പായസത്തിൽ ചേർക്കാം. ഇവിടെ ഉപയോഗിക്കുന്ന നെയ്യ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. വളരെ മണവും സ്വാദും ഒക്കെയുള്ള നെയ്യാണ്. നെയ്യിനെക്കുറിച്ച് വരും വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. കാത്തിരിക്കാം. പായസത്തിന് നല്ല മണം കിട്ടുന്നതിനായിട്ട് വയണയില കൂടി നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. സ്വാദിഷ്ടമായ കുത്തരി പായസം ഇവിടെ റെഡി. എൻ്റെ കുഞ്ഞുമോള് ടേസ്റ്റ് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ പായസം, അടിപൊളി പായസം. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒരു കമൻറ്റും കൂടി കൊടുക്കുക. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.